ഗൈസ്, ഇന്ന് നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെങ്കിൽ ഒരാളോട് പറഞ്ഞാൽ മാത്രം മതി. കാര്യം വേറൊന്നുമല്ല, സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ച് മറ്റുള്ളവരുടെ ഫോട്ടോസും കാര്യങ്ങളും ഉപയോഗിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പറ്റിച്ച് നടക്കുന്ന കുറേ നാറികളുടെ ഇടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഒരുപാട് ഡേറ്റിംഗ് ആപ്പുകൾ അവൈലബിൾ ആണ്. അതിൽ 2 ആപ്പുകളിൽ എൻ്റെ ഫോട്ടോ വെച്ച് ഏതോ ഒരു പരനാറി അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം എനിക്കൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു നാറി എവിടുന്നോ ഇരുന്ന് കഷ്ടപ്പെടുമല്ലേ. ഞാൻ കാണാതെ പോവരുത്, എന്നാലും നന്ദിയുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എൻ്റെ ഫോട്ടോസ് വെച്ചിട്ടാണ് പ്രൊഫൈലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. 4-5 മാസം മുൻപ് ഒരു ആപ്പിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടി. അപ്പോൾ ഇന്നലെ എനിക്ക് വേറൊരാൾ ഒരു ആപ്പിൻ്റെ ഡീറ്റെയിൽസും കൂടെ അയച്ചു തന്നു. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ഞാനൊരു ഡേറ്റിംഗ് ആപ്പിലും അക്കൗണ്ട് അല്ലെങ്കിൽ പ്രൊഫൈൽ ഞാൻ എൻ്റെ പേരിൽ തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ഡേറ്റിംഗ് ആപ്പും ഇന്ന് വരെ ഞാൻ എൻ്റെ ഫോണിൽ ഡൗൺലോഡ് പോലും ചെയ്തിട്ടില്ല. ഡേറ്റിംഗ് ആപ്പ് ഈസ് ഫൈൻ, അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം. ഇനി എൻ്റെ ഫോട്ടോസ് വെച്ചിട്ടോ എൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വെച്ചിട്ടോ നിങ്ങൾക്ക് ആരെങ്കിലും മെസ്സേജ് അയക്കുമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല. ദൈവത്തെ ഓർത്ത് പറ്റിക്കപ്പെടാൻ വേണ്ടി നിന്ന് കൊടുക്കരുത് ആരും. പിന്നെ എനിക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത പരനാറിയോട് പറയാനുള്ളത്, എനിക്കിങ്ങനെ കണ്ടന്റുകൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരല്ലേ. കാരണം ഞാൻ ഇവിടുന്ന് അമ്മയുടെയും അമ്മമ്മയുടെയും നാട്ടുകാരെയും ഒക്കെ തെറിയൊക്കെ കേട്ട് ഓരോരോ കണ്ടന്റുകൾ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും എടുത്തോണ്ട് വരും, അത് പോസ്റ്റ് ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നീ മറ്റുള്ള ആൾക്കാരോട് പോയിട്ട് പറയും. എന്നിട്ട് അത് ആ ആളുകൾ എന്നോട് വന്ന് പറയും ഇങ്ങനെ ഒരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്. അതിനെതിരെ ഞാൻ എന്നിട്ട് റിയാക്ട് ചെയ്യും. നീ ഓർക്കേണ്ട ഒരു കാര്യം, ആ വീഡിയോയും നീ തന്നെ ഇരുന്ന് കാണേണ്ടി വരും. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് കാണുന്നേ? പിന്നെ വീഡിയോ നീ കാണുമെന്ന് എനിക്കറിയാം. കാരണം 4-5 ദിവസം മുൻപ് ഞാനിട്ട വീഡിയോ കണ്ടിട്ട് അതിലെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണല്ലോ നീ പലർക്കും മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും നീ കാണണം. കണ്ടിട്ട് അന്ന് ഞാൻ നിങ്ങളെ പറ്റിച്ച സാധനം കണ്ടന്റായി വന്നിട്ടുണ്ടെന്ന് കൈ അടിച്ച് പുളകം കൊള്ളണം കേട്ടതാ. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ IIT ചെന്നൈയിൽ എന്തോ ഫിസിക്സോ അങ്ങനെ മറ്റെന്തോ ആണ് ഞാൻ പഠിക്കുന്നതെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഗൈസ്, അവിടെ ഒന്നും കിട്ടാനുള്ള ബുദ്ധി വേറൊന്നും എനിക്കില്ല. നിങ്ങളും ഞാനും നമ്മളെല്ലാവരും പറ്റിക്കപ്പെടാം. സൂക്ഷിച്ചാൽ വീണ്ടും പറയുന്നു, ദുഃഖിക്കണ്ട. അപ്പം ഞാൻ പോയിട്ട് അമ്മമ്മേനെ ഒന്ന് പറ്റിച്ചിട്ട് വരാം. കണ്ടന്റ് ഉണ്ടാക്കണേ, അതാണ് കഷ്ടപ്പാട് മനസ്സിലാക്കണം. പിന്നെ മെയിൻ തിങ് ഈസ്, എന്നെ അറിയുന്നവനാണോ ഇനി അറിയാത്തവനാണോ ഇനി എനിക്കറിയാത്തവനാണോ എന്നൊന്നും എനിക്കറിയില്ല. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിനക്കൊക്കെ നല്ലതേ വരും. നന്നായി വാ മുടിഞ്ഞു പോട്ടെ. ഇത്രയൊക്കെ എനിക്ക് പറ്റുള്ളൂ.